ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു സംഭവം കേൾക്കണോ? നമ്മുടെ ജാസ്മിൻ ജാഫർ, അതായത് നമ്മുടെ മൂക്കള ജാസ്മിൻ്റെ ഒരു ജാസ്മിനെ ഇഷ്ടപ്പെടുന്ന ജാസ്മിൻ്റെ ഫാൻസ് എല്ലാവരും കൂടെ ചേർന്നിട്ട്, അതായത് മെയിനായിട്ട് ജാസ്മിന് PR വർക്ക് ചെയ്ത കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ട് കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതായത് പല നാട്ടിൽ നിന്നൊക്കെ, അതായത് പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന് കുറെ ആൾക്കാർ ജാസ്മിന്റെ PR വർക്ക് ചെയ്തവരും ജാസ്മിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഒത്തുകൂടിയിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അവിടെ ജാസ്മിന്റെ ഫാദർ, ജാസ്മിന്റെ വാപ്പ, ഉമ്മ, ആങ്ങള, അതുപോലെ നമ്മുടെ നിക്കറമ്മച്ചി, റസ്മിൻ ബായ്, ഇവരെല്ലാരും ഒത്തുകൂടി ഭയങ്കര ഗംഭീര പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് നമ്മുടെ ജാഫ്രിക്ക പറഞ്ഞ കാര്യങ്ങൾ കേൾക്കണ്ടേ? നമുക്കതൊന്ന് കേട്ട് നോക്കാം. എന്നാലും എന്റെ മകളുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരായിരം നന്ദി. അതേ നമുക്ക് പറയാനുണ്ട്. പിന്നെ നിങ്ങളെ പോലെ ഒരുപാട് പേര് എന്റെ മോളെ സഹായിച്ചിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട്. അതിലെല്ലാവർക്കും എന്റെ മോളെ സ്നേഹിച്ച എല്ലാ ജനങ്ങൾക്കും എന്റെ എല്ലാ നമസ്കാരങ്ങളും. താങ്ക് യു. എനിക്ക് കൂടുതൽ സംസാരിക്കാനില്ല. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, എന്റെ നാട്ടിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. എന്റെ മനസ്സിൽ എപ്പോഴും D6 വിന്നർ എന്റെ നാട്ടിയാണ്. എങ്ങനെ ഇരിക്കണിപ്പ? വാപ്പക്ക് ഭയങ്കര നാണക്കിടക്കായിരുന്നു മകള് ബിഗ് ബോസിലായിരുന്നു. അപ്പൊ കാരണം ബിഗ് ബോസിൽ കിടന്ന് ഗബ്രിയായിട്ട് ഓരോരോ ലീലാവിലാസങ്ങളൊക്കെ കാണിച്ച് പുറത്ത് ഈ കുടുംബം മൊത്തവും സൈബർ അറ്റാക്ക്, സൈബർ ബുള്ളിങ്, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം മകൾ ഇമാതിരി വേഷം കെട്ടുകളല്ലേ ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ പോയി കാണിച്ചത്. എന്നിട്ട് ഇപ്പൊ ഒരു എളുപ്പവും ഇല്ലാതെ വന്നിട്ട് മകക്ക് സ്തുതി പാടുന്ന ഒരു വാപ്പ. ഇങ്ങനെ ഒരു വാപ്പാനെ എവിടെ കിട്ടും? കറക്റ്റ് പേരാണ് പുള്ളിക്ക് എല്ലാരും ഇട്ടേക്കുന്നത്, ബ്ലോക്ക് ഡാഡി. കറക്റ്റ് ബ്ലോക്ക് ഡാഡി തന്നെ. അവസരത്തിനൊത്ത് സംസാരിക്കാനും പ്രവർത്തിക്കാനും അറിയാവുന്ന ഒരേ ഒരു മനുഷ്യൻ, അത് നമ്മുടെ ജാസ്മിന്റെ വാപ്പ തന്നെയാണ്. പറയാൻ പറ്റുമോ? ആ മകളുടെ അല്ലേ വാപ്പ, വാപ്പയുടെ അല്ലേ മകൾ. അപ്പൊ അങ്ങനെ വരൂ. അപ്പൊ എന്തായാലും ഉമ്മാനെ കണ്ടിട്ട് ഒരു പാവമായിട്ട് തോന്നുന്നു. ഇവളുടെ അല്ലേ ഉമ്മ, പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ എന്തായാലും നമ്മൾ മനഃപൂർവ്വം ഇവരെ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾ വീഡിയോ ചെയ്യുന്നതല്ല. ഇവള് ബിഗ് ബോസിൽ പോയി കാണിച്ച കംപ്ലീറ്റ് സംഭവങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ്. എന്നിട്ടും ഈ ആൾക്കാർ എന്തുകൊണ്ട് ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നു? ജാസ്മിനായിരുന്നു കപ്പ് കിട്ടണ്ട. ഇതില് വേറൊരു സംഭവം കേൾക്കണം. ജാസ്മിന്റെ ആങ്ങളെ പറഞ്ഞൊരു കാര്യം കേൾക്കണം. എന്റെ താത്തായാണ് വിന്നർ ആകേണ്ടിരുന്നത്, എന്റെ താത്തയാണ് വിന്നർ, യഥാർത്ഥ വിന്നർ. ആങ്ങളൊക്കെ പിന്നെ അങ്ങനെ അല്ലാതെ പറയാൻ പറ്റൂ? അയ്യോ, ജാസ്മിന്റെ പൊന്നു എന്ന് പറയുമ്പോ ജാസ്മിൻ അവിടെ അങ്ങ് അലിഞ്ഞു തീരും. അങ്ങനെ ഒരു ആങ്ങളേനെ കുറിച്ച് വിചാരം ഉണ്ടെങ്കിൽ ബിഗ് ബോസിൽ പോയി കിടന്നിട്ട് ഈ ഗബ്രിയായിട്ട് ഈ പേക്കൂത്ത് കാണിക്കുമായിരുന്നു. നാണോ ഇല്ല, മാനോ ഇല്ല. അവിടെ പോയി കിടന്ന് ഒരുമാതിരി പരിപാടികളെല്ലാം കാണിച്ചിട്ട് പറയുന്നത്, ഞാനും എൻ്റെ വീട്ടുകാരും കുറേ സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും നേരിട്ടു. ഇവള് കാണിച്ചിട്ടല്ലേ ഇവക്ക് ഇത്രയും നെഗറ്റീവും കാര്യങ്ങളൊക്കെ വന്നത്. ഇപ്പോഴും കുറച്ചധികം ആൾക്കാർ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് എന്ത് കണ്ടിട്ടാന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ ഒരു മാനസിക പരിഗണന കൊണ്ടായിരിക്കാം. കാരണം സംഭവങ്ങളെല്ലാം അവിടെ കഴിഞ്ഞു. ഇപ്പൊ ജാസ്മിൻ പുറത്ത് വന്നു. ഇനിയെങ്കിലും ജാസ്മിൻ ഒരു സമാധാനവും സന്തോഷമൊക്കെ കിട്ടട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കണം കുറച്ചധികം ആൾക്കാർ ഇപ്പൊ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് കൂടിയിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്തോട്ടെ, പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം അവൾ അവിടെ പോയി കാണിച്ചതും ജിൻഡോയെ ദ്രോഹിച്ചതും ജിൻഡോയെടുത്ത് പറഞ്ഞതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്, നമ്മളത് മറക്കത്തില്ല. അതുകൊണ്ട് ഇവൾ ഇനിയിപ്പോൾ എത്ര കൊമ്പത്തായെന്ന് പറഞ്ഞാലും നമ്മൾ ഇമാതിരി വീഡിയോസേ അവളെ കുറിച്ച് ഇടത്തുള്ളൂ. അവൾക്ക് സ്തുതി പാടിയിട്ടുള്ള വീഡിയോ ഒന്നും നമ്മളെ ചാനലിൽ നിന്ന് ആരും പ്രതീക്ഷിക്കണ്ട. ഇപ്പൊ നമ്മൾ ഇതിന്റെ വീഡിയോസ് ഇടും, അതായത് ജാസ്മിന്റെ നെഗറ്റീവ് വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്കും കുറെ എണ്ണങ്ങൾ വന്നിട്ട് കമന്റ് ഇടും, നിനക്കൊന്നും വേറെ പണിയില്ലേ, ബിഗ് ബോസ് കഴിഞ്ഞില്ലേ, നിനക്കൊക്കെ നിന്റെ കാര്യം നോക്കാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ കുറെ എണ്ണങ്ങൾ ഒന്ന് കമന്റ് ഇടുന്നവര് അങ്ങനെ ഇന്ന് കമന്റ് ഇടത്തേ ഉള്ളൂ. നമുക്ക് തോന്നുന്ന കാര്യം നമ്മൾ നമ്മുടെ ചാനലിലെ വന്ന് പറയുന്ന അത് നമ്മൾ പറയുക തന്നെ ചെയ്യും. ഇനിയിപ്പോ ജാസ്മിൻ എത്ര കൊമ്പത്തെ ആളായെന്ന് പറഞ്ഞാലും നമുക്കറിയാം ജാസ്മിന്റെ സ്വഭാവവും എല്ലാം നമുക്ക് നല്ല വ്യക്തമായിട്ട് 100 ദിവസം നമ്മൾ കണ്ടതാണ്. അതിൽ കൂടുതലൊന്നും ഇനി ജാസ്മിനെ കുറിച്ച് നമുക്ക് അറിയാനില്ല. അവളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ കുറെ ആൾക്കാർ കൂട്ടിയിട്ട് ജാസ്മിനെ എത്ര സ്തുതി പാടാൻ നോക്കിയാലും അവക്കിനി എത്ര ഉപഹാരങ്ങൾ ഇപ്പൊ കുറെ സ്ഥലത്ത് ചെല്ലുമ്പോൾ കുറെ കപ്പുകളൊക്കെ കൊടുത്ത് ജാസ്മിനെ എല്ലാവരും ആദരിക്കുന്നുണ്ട്. കാരണം ജാസ്മിനായിരുന്നു യഥാർത്ഥത്തിൽ ബിഗ് ബോസിന്റെ കപ്പ് കിട്ടേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരു വേലയും കൂലി ഇല്ലാത്ത കുറെ എണ്ണങ്ങളാണെന്ന്. കുറെ പെണ്ണുങ്ങളാണ് കേട്ടോ ജാസ്മിന്റെ PR ആയിട്ട് വർക്ക് ചെയ്തത്. ഇതുങ്ങളെല്ലാം കൂടിയിട്ട് ഒരു ഫംഗ്ഷൻ പോലെ നടത്തി അവിടെ ജാസ്മിനും കുടുംബവും എത്തുന്നു. എന്നിട്ട് അവിടെ ഡാൻസ്, പാട്ട്, ജാസ്മിനെ ആദരിക്കുന്നു. ജാസ്മിനെ എന്റെ പൊന്നേ,
എന്തായാലും ഈ കേരളത്തിലുള്ള ഇത്രയും ജനങ്ങളില് കുറച്ച് ആൾക്കാർ മാത്രമേ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത് ഉള്ളു. ബാക്കിയുള്ള ജനങ്ങൾക്ക് മൊത്തം അറിയാം ഇവളുടെ ഒരു കൂതറയാണെന്നുള്ളത് അറിയാം. അത് ഇനിയിപ്പൊ എത്രയൊക്കെ ജാസ്മിനെ കുറെ ആൾക്കാർ ന്യായീകരിക്കാൻ നോക്കിയാലും PR വർക്കേഴ്സ് ഓരോ വീഡിയോസിന്റെ താഴെ വന്നിട്ട് ജാസ്മിനെ കുറിച്ച് സ്തുതി പാടിയാലും നമ്മളെ പോലുള്ളവര് ജാസ്മിനെ അംഗീകരിക്കാൻ പോണില്ല. പിന്നെ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു, അതൊക്കെ പോട്ടെ. പക്ഷെ ഇപ്പോഴും ജാസ്മിന്റെ വീഡിയോസോ അല്ലെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അതിൽ നെഗറ്റീവ് തോന്നുവാണെങ്കിൽ നമ്മൾ അതിൽ നെഗറ്റീവ് വീഡിയോ ഇടും. അതിലാർക്കും കെറിവ് തോന്നിയിട്ട് ഇവിടെ വന്നിട്ട് ബാഡ് കമന്റ് ഇടാൻ നിൽക്കണ്ട. കാരണം ഇത് എന്റെ ചാനൽ, എനിക്ക് ഇഷ്ടമുള്ള വീഡിയോ ഇടും, ഇഷ്ടമുള്ളതുപോലെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്, അല്ലാതെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നില്ല. കാരണം ജാസ്മിന്റെ കാര്യം ഓൾറെഡി നമ്മളെല്ലാവരും കണ്ടതാണ്, അറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ തന്നെ പറയുള്ളൂ. കാരണം അവൾ അത്രമാത്രം ആ ഒരു മനുഷ്യൻ, ആ ജിൻഡോ എന്ന് പറയുന്ന മനുഷ്യൻ അത്രത്തോളം അവൾ വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള ശിക്ഷ അവൾക്ക് കിട്ടുകയും ചെയ്തു. കാരണം അവളുടെ കുടുംബം, അവൾ അതിനകത്ത് കിടന്ന് അർമാദിച്ചുകൊണ്ടിരുന്നപ്പോൾ അവളുടെ കുടുംബം പുറത്ത് നല്ല രീതിയിൽ എന്താ പറയാ, ഒരുപാട് അവർ അനുഭവിച്ചു. സ്വന്തം മകളുടെ വികൃതികൾ കൊണ്ട് അവർ പുറത്ത് ഒരുപാട് അനുഭവിച്ചു. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ജാസ്മിൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി പുറത്ത് വന്നപ്പോൾ അത്ര സൈബർ അറ്റാക്കോ അല്ലെ സൈബർ ബുള്ളിങ്ങോ ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഇനി ഈ ഗബ്രി ആയിട്ടുള്ള ഈ ഒരുമിച്ചുള്ള ഈ ഇനാഗുറേഷൻ ഇനിയും ജാസ്മിന് പണിയാകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാരണം ഇത് ഒരു ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളി പോലെയാണ് ഇപ്പൊ ജാസ്മിനും ഗബ്രിയും കൂടെ ഓരോ സ്ഥലത്ത് ഇനാഗുറേഷനും വരുന്നത്. അത് സത്യം പറഞ്ഞാൽ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ നിങ്ങളൊക്കെ കണ്ടോ എന്നുള്ള രീതിയിലാണ് ഈ ജാസ്മിനും ഗബ്രിയും കൂടെ ഓരോ ഇനാഗുറേഷനും ഓരോ സ്ഥലത്ത് എത്തുന്നത്. അപ്പൊ അത് അത്ര നല്ല ഇനല്ല. ഇനിയും ജാസ്മിൻ അത് തന്നെ തുടരുവാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ വീണ്ടും സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും നേരിടേണ്ടി വരുമായിരിക്കാം. അപ്പൊ എന്തായാലും ജാസ്മിൻ ഇനിക്ക് എത്ര കുറെ എണ്ണങ്ങൾ വന്നിട്ട് നെഗറ്റീവ് അല്ല പോസിറ്റീവ് ആക്കാൻ നോക്കിയാലും വെള്ളരിപ്രാവാക്കാൻ നോക്കിയാലും നമ്മളെ പോലെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. നമ്മളെ പോലുള്ളവര് ജാസ്മിനെ എന്താ പറയാ ചീട്ട് കീറിയത് തന്നെയാണ്. അവക്ക് ഇനി ഒരു നല്ലൊരു ഇമേജ് ഒരിക്കലും ഉണ്ടാകത്തില്ല. അപ്പൊ എന്തായാലും അവക്ക് നല്ല നല്ല ചാൻസ് ഒക്കെ കിട്ടുവാണെങ്കിൽ നല്ല രീതിയിൽ ഒക്കെ മുന്നോട്ട് പോയാൽ കൊള്ളാം. അത്രേ ഉള്ളൂ. എല്ലാവർക്കും അവനവന്റെ കാര്യം നോക്കണം, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ എന്തായാലും ജാസ്മിന്റെ ആ ഒരു എല്ലാരും കൂടെ, അതായത് ജാൻസിന്റെ ഫാൻസ് എല്ലാരും കൂടെ നടത്തിയ ആ ഒരു പരിപാടിയിൽ ജാസ്മിൻ അങ്ങോട്ട് ഇളകി മറിഞ്ഞ് കുത്തി മറിഞ്ഞ് ചാടി. നാണോ ഇല്ല, മാനോ ഇല്ല. വീട്ടുകാരും കൊള്ളാം, മകളും കൊള്ളാം. എന്തായാലും കഷ്ടം തന്നെ. കൂടെ മറ്റേ നമ്മുടെ നിക്കറമ്മച്ചി, ആണും പെണ്ണും കേട്ട നിക്കറമ്മച്ചിയും ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ എൻ്റെ ചാനലാണ്, എനിക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഞാൻ ഇടും. ഇതിപ്പോ ഞാൻ ജാസ്മിന്റെ ഈ ഒരു വീഡിയോ ഇട്ടതിന്റെ പേരിൽ കുറെ എണ്ണങ്ങൾ വന്നിട്ട് ഇതിനൊക്കൊന്നും വേറെ പണിയില്ലേടി, അവൾ ഇനിയെങ്കിലും വെറുതെ വിട്ടുകൂടേടി, അങ്ങനെ ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞ ആരും കമന്റ് ഇടാൻ വരണ്ട. എൻ്റെ ചാനലിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഇടും. ഓക്കെ, ബൈ.